അന്നും ഇന്നും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാണ് പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ. ദൈവത്തിന്റെ കരസ്പർശനം ഏറ്റുവാങ്ങിയത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു. അവിടെ ഒരു രാവിൽ പെയ്തിറങ്ങിയ രക്ഷയുടെ വസന്തം പൂത്തുലഞ്ഞു നിൽക്കും. മനുഷ്യ മനസ്സുകളിൽ കുളിർ മഴയായി, അഗ്നിയായി ഹിമഗണം. അവനെ കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അവൻ അതിഥിയായി എത്തുന്നു. അപ്പോൾ അസ്വസ്ഥതയുടെ കേളീരംഗമായവ സ്വർഗീയ ആനന്ദത്താൽ നിറയുകയും അവിടെ നിന്നും കാരുണ്യത്തിന്റെ നദി പ്രവഹിക്കുകയും ചെയ്യുന്നു. അന്ധതയുടെ മൂടുപടം തുറക്കപ്പെടുകയും ലോകം അവനിൽ രക്ഷകന്റെ മുഖം ദർശിക്കുകയും ചെയ്യും. ഞങ്ങൾ അവതരിപ്പിക്കുന്നു മഞ്ഞിൽ നനയുന്ന സിക്കമോർ മരങ്ങൾ. നിന്റെ മുത്തച്ഛൻ കേമനായിരുന്നടി. കാഴ്ച പൊക്കുന്നത് വരെ ഈ നാട്ടുകാരൻ മുഴുവനും സ്നേഹത്തോടെ എന്നെ വിളിച്ചിരുന്നത് എന്താണെന്ന് അറിയാവോ നിനക്ക്? ഇപ്പോഴും ഈ നാട്ടുകാർ മുഴുവനും ഓടി വരുന്നത് ആരുടെ നിന്റെ അപ്പന്റെ എത്തിക്കാണോ? ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയാം. പക്ഷേ പത്രാത്ത് പറച്ചിട്ടുണ്ടല്ലോ, ഇത് മാത്രം എനിക്ക് പിടിക്കില്ല. കാര്യം ഒരു കഴുതിക്കും പിടിക്കില്ല. അതൊക്കെ നിന്റെ കാഴ്ചയാവരുത്. നിന്റെ അപ്പൻ ഇപ്പോൾ പണിയുന്ന മരത്തിന്റെ പേരറിയോ നിനക്ക്? അത് കൊള്ളാം. മരകഷ്ണങ്ങൾ പോയിട്ട് മരം തന്നെ കണ്ടാൽ അറിയാത്ത ഇവരോടാണോ അപ്പൻ ഇത് ചോദിക്കുന്നത്? നിന്റെ അപ്പൻ ഇപ്പോൾ പണിയുന്നത് കരുവേലകത്തിന്റെ മരത്തിൽ. ഓരോ മരത്തിലും ഉളി പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദ
ശബ്ദങ്ങൾ വ്യത്യസ്തങ്ങളാണ്. മരപ്പണിക്കാരന്റെ മകള് നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അവൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ അറിയാം, പിന്നെ ഉറങ്ങാനും. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. പറച്ചിട്ട് കേട്ടതൊന്നും വീട്ടിലത്തെ പണിയൊക്കെ നിങ്ങൾ എടുക്കണേന്ന്. മൂന്നെണ്ണത്തിനും വെച്ച് വിളമ്പി തരുന്നതേ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല. വെച്ച് വിളമ്പാൻ പഠിച്ചാൽ ചെക്കൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കഷ്ടപ്പെടേണ്ടി വരില്ല. അല്ല, രൂപൻ പോയിട്ട് ഇതുവരെ എത്തിയില്ലേ? 3-4 സ്ഥലത്ത് പോകാറുണ്ട്. ജയറോസിന്റെ വീട്ടിൽ പണിത ഉൾപ്പെടെയുടെ പണം നാളെ കയറാനല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെ കൈ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയാല് നടന്നൊക്കെ തികയുന്ന അവർക്ക് കൊടുക്കാനുള്ള 100 ധനാന എന്റെ പക്കൽ ഇരിപ്പുണ്ട്. കല്യാണ ചെലവുള്ളത് സംഘടിപ്പിച്ചാൽ മതി. സമീറയോട് കല്യാണം കഴിക്കാനുണ്ടല്ലേ? രൂപനെ കൊണ്ട് കല്യാണം കഴിക്കണം. അതിനവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഭക്ഷണമൊക്കെ അവൻ ഉണ്ടാക്കിക്കൊള്ളാം, പെണ്ണുങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്ന് അവന്റെ പക്ഷം. അതൊക്കെ ഇപ്പോൾ അവൻ അങ്ങനെ പറയും. 2 ദിവസം അടുക്കളയിൽ കയറി കഴിയുമ്പോൾ അവൻ താഴെ പഠിച്ചോളും. സമീറ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. എന്തായി? എന്താവാൻ, ആ ജൈറൂസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടേക്ക് അടുക്കാൻ പറ്റാത്തത്ര ജനത്തിരക്കാണ്. എന്താ കാര്യം? മുത്തശ്ശൻ പറയാറുള്ള രക്ഷകനില്ലേ യേശു, അവൻ ഏതാണ്ട് അത്ഭുതമൊക്കെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ ഓടിക്കൂടി എത്തിയ ആൾക്കാരുടെ തിരക്ക് മൂലം എനിക്ക് അവിടേക്ക് കയറാൻ പോലും പറ്റിയില്ല. എന്റെ ഈശോ, ഇന്ന് നേരിട്ട് കാണാൻ പോലുള്ള ഭാഗ്യം ജീവിതത്തിനില്ലാതായി പോയല്ലോ. മോനെ, ശരിക്കും എന്താണ് നടന്നത്? അയാളുടെ മകൾക്ക് അസുഖമായിരുന്നു. സുഖപ്പെടുത്താനായി അവർ യേശുവിനെ സമീപിച്ചെന്നും യേശു ജൈറൂസിന്റെ വീട്ടിൽ എത്തും മുമ്പേ ആ കുട്ടി മരിച്ചെന്നും മരിച്ച കുട്ടിയെ യേശു ഉയർപ്പിച്ചു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ശരിയായിരിക്കാം. നാം കാത്തിരിക്കുന്ന രക്ഷയുടെ ബുദ്ധികളും ആ ദിവ്യ പുരുഷനാണ് എന്റെ മനസ്സ് പറയുന്നത്. മുത്തശ്ശന് ഭ്രാന്ത് ഉണ്ടോ? അയാൾ ഏതോ വിപ്ലവകാരിയാ. അയാളുടെ സംഘത്തിൽ ആളെ ചേർക്കാനുള്ള ചെപ്പടി വിദ്യകളാ ഇതൊക്കെ. അങ്ങനെ ആ മനുഷ്യനെ തരം താഴ്ത്തേണ്ട. എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി പറയാനേ നേരമാണോ? ഒന്നുമില്ലെങ്കിലും അയാളുടെ കൂടെ ജനമേഖലുണ്ടാകും. ഓ, ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി. എടി പൊട്ടി പെണ്ണെ, അയാളുടെ കൂടെ കുറച്ച് ശിഷ്യഗണങ്ങളുണ്ട്. അവരെല്ലാരും കൂടി ചേർന്ന് ഉണ്ടാക്കി വിടുന്ന കള്ളക്കഥകളാ ഈ അത്ഭുതമൊക്കെ. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കില്ല. നിങ്ങൾ രണ്ടുപേരും തർക്കിച്ചു നിന്നോ, ഞാൻ പണി നോക്കാം. നീ വിശ്വസിക്കണ്ട. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് നീ എന്തിനു തടസ്സമാകുന്നു? അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്റെ കാതിൽ നിറയുമ്പോൾ എന്റെ മനസ്സ് പറയും, ഇതാണ് നാം കാത്തിരിക്കുന്ന രക്ഷകനെന്ന്. ഓ, നിങ്ങളൊക്കെ വിശ്വസിച്ചോ? ഞാൻ ആർക്കും എതിരെ നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു അത്ഭുതം നേരിൽ കാണാതെ ഞാൻ അയാളിൽ വിശ്വസിക്കില്ല. അമ്പർക്ക് കാഴ്ച, പ്രതികൾക്ക് കേൾവി, മരണമുള്ളവർക്ക് ജീവൻ. ദൈവമേ, നിന്നെ സ്പർശിക്കാനുള്ള ഭാഗ്യമെങ്കിലും എന്നെ ചൊരിയണേ. സംഭവമാണല്ലോ. രൂപൻ, നീ നികുതി അടച്ചിട്ടല്ലേ? അതെ, പക്ഷേ അരനാഴിക വൈദ്യുതിന് ഞങ്ങൾ തമ്മിൽ ചെണ്ട കൂടിയാണ് പിരിഞ്ഞത്. നികുതിയുടെ കുടിശ്ശിക ഇനി മടച്ചിട്ടില്ല. കുടിശ്ശികയോ? ഞങ്ങൾ എന്നും കൃത്യമായി തന്നെ നികുതി തരാനുള്ളതാണല്ലോ. ഈ പ്രാവശ്യവും തന്നിരുന്നു. തന്നിരുന്നു, പക്ഷേ കൃത്യമായല്ലെന്ന് മാത്രം. അടയ്ക്കേണ്ട സമയത്തിന്
ആരാ നായിക നേരെ കഴിഞ്ഞാണ് നിങ്ങൾ നികുതി അടച്ചത്. പറഞ്ഞിരുന്ന സമയത്തിന് മുൻപേ അടച്ചാലേ കൃത്യമായി അടച്ചു എന്ന് പറയാമോ? അത് പിന്നെ അത് പണി കൂടുതൽ ഉണ്ടായിരുന്നു. സമയത്തിനെത്താൻ പറ്റാഞ്ഞതാണ് ഞങ്ങളുടെ തെറ്റ്. ദയവായി ഓർക്കണം. അത് കൊള്ളാം. ഒരു ഏറ്റുപറച്ചിൽ തീരുന്നതാണോ നിങ്ങളുടെ കുടിശ്ശിക? ഇതിനൊക്കെ വ്യക്തമായ ചിട്ടവട്ടങ്ങളുണ്ട്. എന്ത് ചിട്ടവട്ടം? അറിയിക്കുന്നതിലും അധികമായല്ലേ നികുതി പിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ കൂടെ കുടിശ്ശികയും. ഇതൊക്കെ ആരുടെ പള്ള വീർപ്പിക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ട, കൂടുതൽ ശബ്ദിക്കേണ്ട. നികുതി എങ്ങനെയാണ് പിരിച്ചെടുക്കണമെന്ന് ഈ സഖ്യവസ്തു വ്യക്തമായി അറിയാം. ഞങ്ങളുടെ ഗുരുണ്ട കാര്യത്തിലും ഞങ്ങളുടെ വിവാഹാവശ്യത്തിനായി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അടുത്ത തവണ ഞങ്ങൾ ഈ തവണത്തെ കുടിശ്ശികയും കൂടി തിരിച്ചടച്ചോളാം. ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ചുങ്കക്കാരന് കരുണ പാടില്ല പ്രമാണം. ചെല്ലോ. നിങ്ങളെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. മാനുഷികമായ പരിഗണനയെങ്കിലും നിങ്ങളോട് കാണിക്കണം. അല്ല, ഇതാര ന്യായാധിപ പ്രമുഖരോ? മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് നികുതി ഈടാക്കുന്നത്. വെറും 100 ധനാര മാത്രം. 100 ധനാരയോ? ആകെ കൂടി അടക്കേണ്ട നികുതി 100 ധനാരയല്ലേ? പിന്നെ പിഴ പലിശയായി 100 ധനാര കൂടി വരുന്നത് എങ്ങനെയാ? നികുതി തുകയുടെ ഇരട്ടിയാണ് കുടിശ്ശികയായി അടക്കേണ്ടത്. മൊത്തം 200 ധനാര. ഇത് അനീതിയാണ്. ചെറിക്കോയിലെ കൊള്ളക്കാർ ചെയ്യുന്നതിലും വലിയ പാതകം. നീ മനുഷ്യനല്ല, മൃഗമാ, മൃഗം. ചെറുപ്പത്തിന്റെ വീരുമാശിയും എന്റെ അടുത്ത് വേണ്ട. എന്തിനാ വെറുതെ അധികാരിയുടെ വാളിനിരയാകുന്നത്? മോൻ അതങ്ങ് ക്ഷമിക്കേ. അധികാരി ഒന്നേയുള്ളൂ, സർവശക്തനായ ദൈവം. അവിടുത്തെ അധികാരത്തിൽ പങ്കുവച്ചുന്നവരാണ് ഈ ലോകത്തിലെ അധികാരികൾ. നീതിപൂർവമല്ലാത്ത ഏതൊരു പ്രവൃത്തികൾക്കും ദൈവത്തിന്റെ ക്രോധം ആഞ്ഞടിക്കും. നീതി ന്യായം തീരുമാനിക്കുന്നത് ഈ ലോകത്തിന്റെ അധികാരികൾ തന്നെ. അധികാരിയുടെ കൽപ്പന, നിങ്ങളുടെ അനുസരണം, അത് തന്നെ ന്യായം. ദൂരമായ വിജയിച്ചുവെങ്കിൽ നീ ശ്രമിക്കരുത്. ദൈവകാരുണ്യത്തിനായി നല്ല പ്രവർത്തിക്കുകയാണ് നീ ഇപ്പോൾ വേണ്ടത്. എന്നെ കർമ്മഫലം ഞാൻ തന്നെ അനുഭവിച്ചോളാം. ചുങ്കക്കാരൻ സഖ്യവസിന്റെ വിധി നിശ്ചയിക്കാൻ അറിയിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. നിന്റെ കർമ്മം നീയല്ലാതെ വേറെ ആരെങ്കിലും. പ്രഭു, ഇതാ 100 ധനാരയുണ്ട്. ഇതല്ലാതെ വേറെ കിട്ടിയില്ല. മതി മതി, ഇത് മതി. ഇതും കൂടി കണക്കിലേതി ചേർത്താൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത തവണത്തെ കുടിശ്ശിക കൂടി അടച്ചാൽ മതിയാകും. അത് കൊണ്ടുപോകരുത്. ഇവിടെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചതാണ്. കല്യാണത്തിനായി സുരക്കൂട്ടിച്ച പണമാണത്. ഇത് കൊണ്ടുപോകരുത്, കൊണ്ടുപോകരുത്. കല്യാണം അത് ഇനിയും നടക്കും. പക്ഷെ നികുതി അത് കൃത്യമായി തന്നെ അടക്കണം.
ഈ ഗ്രാമത്തിൽ നിരവധിയാണ്. അപ്പോ എല്ലാം അറിയാം. ഈ സത്യാവസ്ഥയെ കുറിച്ച് എല്ലാം അറിയാം. നല്ലത് കൃത്യമായി നികുതിയാക്കാൻ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. മോളെ, നഷ്ടപ്പെട്ടത് നമ്മുടെ വിയർപ്പിന്റെ വിലയാണ്. എങ്കിലും നമ്മൾ ഈ വിവാഹം നടത്തും. ആഘോഷമായി തന്നെ അതിനുള്ള പണം അപ്പോഴെങ്കിലും ഉണ്ടാക്കും. ഈ ലോകത്തിന്റെ അതിക്രമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാവണം ദൈവം എന്നെ കാഴ്ച അവസാനിപ്പിച്ചത്. ജെറുസലേമിന്റെ വാലത്തിൽ നിന്ന് കച്ചവടക്കാരാട്ടി പുറത്താക്കിയ വിപ്ലവക്കാരെ മനുഷ്യ ജീവിതങ്ങളെ കാത്തു തിന്നുന്ന ഈ ചുങ്കക്കാരനെ കാണുന്നുണ്ട്. ചാട്ടവാറിന്റെ ഇരുമ്പും അവരുടെ കാവലിലും കേൾപ്പിക്കണേ. നീ അവനെ പറ്റി എന്താ കേൾക്കുന്നത്? നീതിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും ശബ്ദിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ കോപാഗ്രതനായ ഒരു വിപ്ലവകാരി ചിത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഇപ്പോൾ നേരിൽ കണ്ടപ്പോൾ എന്തൊരു പാവം. നിഷ്കളങ്കമായ ആ കണ്ണുകളിൽ ഞാൻ
കേട്ട സ്റ്റോറി ഒന്നും കേൾച്ചിരുന്നില്ല. നിഷ്കളങ്കരായ മഹാവ്യക്തിത്വങ്ങൾക്ക് മാത്രമേ നീതിക്കല്ലേ ശബ്ദം ഉയർത്താൻ കഴിയൂ. എവിടെയാണ് അവൻ? തെരുവിന്റെ പ്രവേശന കവാടത്തിൽ അവനൊരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയെന്ന് കേട്ടാ ഞാനും അബികയിലും അങ്ങോട്ട് പോയത്. എന്തൊരു ജനത്തിരക്ക് അവിടെ. തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ അവന്റെ മുഖമൊന്ന് കണ്ടു. അവൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും ശിഷ്യന്മാരും എഴുന്നേറ്റ് ഗോപുരവാതിലിന്റെ സമീപത്ത് കൂടെ നടന്നു പോകുന്നത് കണ്ടു. നീ അവിടെ പോയപ്പോ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ സമീറ? എന്നിട്ട് എന്ത് കാണിക്കാനാ? ദൂരെ നിന്ന് കാണാൻ പോലും ആളുകൾ തിക്കി തിരിക്കുമ്പോൾ കണ്ണ് കാണാത്ത അപ്പൻ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ? അവന്റെ സബ്ജക്റ്റ് പോലും എനിക്ക് കാണിച്ചു നൽകൂ. ഞാൻ പറഞ്ഞത് ശരിയാ. അച്ഛൻ പറഞ്ഞില്ലേ ചായൂസിന്റെ മകൾ ഉയർപ്പിച്ചു എന്ന്. അന്ന് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി യേശുവിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ച ഒരു രക്തസ്രാവക്കാരി സ്ത്രീ സുഖം പ്രാപിച്ചെന്ന ആളുകൾ പറയുന്നത്. ജനത്തിരക്കിന്റെ ഇടയിൽ എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ അവൻ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതം തന്നെയല്ലേ? അവന്റെ കാൽപാദം മതി. ഒരു മൺതിരിയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയെന്ന് അച്ഛൻ ചിന്തിക്കാറുണ്ട്. അപ്പന്റെ ആരാധന ദിനം പ്രതി കൂടി വരികയാണ്. സമീര, നിന്റെ കാലിൽ പതിഞ്ഞൊരു മട്ടിലെടുത്ത് മുത്തശ്ശനെ കൊടുത്ത് പാവത്തിന് കാഴ്ച കിട്ടട്ടെ. ഹിമാലയിലെ കളിയാക്കണ്ട. ഒരു വാക്കാൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യുന്നവന് അവന്റെ കാൽപാദം പതിഞ്ഞ മുട്ടേക്കൊണ്ടും സൗഖ്യമാക്കാൻ കഴിയും. കാര്യത്തിന്റെ മുത്തശ്ശന്റെ പക്ഷത്താ. പക്ഷേ അവനെ കാണാനുള്ള പൂതി അത് മനസ്സിൽ വെച്ചാ മതി. അത് അതിമോഹം. ഇല്ല, എനിക്കതിന് കഴിയും. കാഴ്ചയില്ലാതെ കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണും. വിളയ്ക്കുന്ന ഈ കൈവിരൽ കൊണ്ട് ഞാൻ അവനെ സ്പർശിക്കും. ഉറപ്പ് കാത്തിരുന്നോ? പതിതരുടെയും പാവപ്പെട്ടവരുടെയും സ്നേഹിതരാണെന്ന് പറഞ്ഞ് നടത്തുന്ന ആ ദിവ്യ പുരുഷൻ ഇന്നലെ വിരുന്നിന് പോയത് എവിടെയാണെന്ന് അറിയണ്ടേ? എവിടെയാ? ആ സഖ്യവസിന്റെ വീട്ടിൽ. അവന്റെ അത്ഭുതങ്ങളിലും പ്രവർത്തികളിലും വിശ്വാസമില്ലെങ്കിലും രക്ഷകനെ കുറിച്ചുള്ള പ്രതീക്ഷയുടെ പൂർത്തീകരണം ഒരുപക്ഷെ അവനായിരിക്കും എന്ന് ഞാൻ വെറുതെങ്കിലും ആശിച്ചിരുന്നു. ഇന്ന് ആ പ്രതീക്ഷ ആസ്ഥാനത്തായി. എന്താ പറഞ്ഞത്? ചുങ്കക്കാരൻ സഖ്യൂസിന്റെ ഭവനത്തിൽ യേശു വിരുന്നിന് പോയിരുന്നു. ഇല്ല, എനിക്കത് വിശ്വസിക്കേണ്ട. ആരും വിശ്വസിക്കേണ്ട. രക്ഷകനാണത്ര രക്ഷകൻ. ആരുടെ? ധനവാന്മാരുടെയും ചുങ്കക്കാരുടെയും. പക്ഷേ സത്യമൂസിന്റെ ക്രൂരതയെ പറ്റി അറിയാതെയായിരിക്കുമോ അദ്ദേഹം അവന്റെ വീട്ടിൽ പോയത്? അതെങ്ങനെയാ? ത്രികാല ജ്ഞാനിയായ ഒരുവന് സഖ്യവസിനെ പറ്റി അറിയില്ലെന്ന് പറഞ്ഞാൽ? ഇതിനെപ്പറ്റി പല കള്ളക്കഥകളും നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഇതും അത്തരത്തിലൊരു വാർത്തയായി കൂടുന്നില്ലല്ലോ. ഇത് സത്യമല്ലാതിരിക്കാൻ വഴി. ജോനാഥൻ എന്നോട് പറഞ്ഞതാണ്. യേശുവിന്റെ ആരാധകനായ അവൻ എന്തിന് ഇത്തരം ഒരു കള്ളം എന്റെ അടുത്ത് പറയണം? സഖ്യവസ് യേശുവിനെ ക്ഷണിച്ചതല്ലാത്രേ. ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ കൂടെ പോയതാ. എങ്കിലത് സത്യമാവാൻ സാധ്യതയുണ്ട്. ചുങ്കക്കാരൻ സഖ്യവസിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പരാതിയെ പറ്റി സംസാരിക്കാനാണെങ്കിലോ? ഓ, മുത്തശ്ശൻ ഇപ്പോഴും അവന്റെ കീർത്തനം പാടാനാ ഇഷ്ടം. നേരിൽ കാണുന്നതൊന്നും വിശ്വസിക്കാതെ ആളുകൾ പറയുന്നത് വിശ്വസിച്ച് നടന്നാ മതി. രക്ഷകനാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അവൻ ഇവിടെ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സഖ്യൂസിന്റെ ഭവനത്തിൽ ഒരു പക്ഷേ അവൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ? കൊള്ളാം. എന്ത് അത്ഭുതമാ മുത്തശ്ശൻ പ്രതീക്ഷിക്കുന്നത്? അയാൾക്കൊരു മാനസാന്തരമോ
ഒരിക്കലും നടക്കാനിടയില്ലാത്ത ആഗ്രഹം. സാധാരണ സംഭവങ്ങളല്ലോ നിത്യവും നടക്കുന്നത്. അതുപോലെ അസാധാരണമായതൊന്ന് ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്. യേശുവിന്റെ വചനങ്ങൾ സഖ്യവസിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കണ്ടാൽ അറിയാത്തവർ കൊണ്ടാൽ അറിഞ്ഞോളൂ. മുത്തശ്ശന്റെ ഭ്രാന്ത. വരാനിരിക്കുന്ന രക്ഷകൻ യേശുവാന്നുള്ള എന്റെ പ്രതീക്ഷ അസ്തമിച്ചു. അപ്പ അവൻ പറയുന്നത് നിസ്സാരമായി തള്ളരുത്. ശരിയത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ അവനായിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ അവൻ നിങ്ങളെ സംസാരിക്കില്ല. ചെറുപ്പക്കാർക്ക് ചൂടും ചുടലും കാത്തിരിക്കാനുള്ള ക്ഷമയില്ല അവർക്ക്. ക്ഷമയോടെ കാത്തു നിൽക്കുന്നവർക്ക് കരികതമാകാത്തതായി ഒന്നും ഉണ്ടാകില്ല. ഇത് പറഞ്ഞതിൽ സത്യമുണ്ടോന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്നും ഉറപ്പാ, ആ മനുഷ്യൻ സാധാരണക്കാരനല്ല. ഏജൻകാരനാ മുഖം എന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. കാത്തിരിക്കാം, രക്ഷയുടെ നാളുകൾക്കായി കാത്തിരിക്കാം. ആ സത്യവും സാറല്ലോ. എന്തായിരിക്കും വരവിന്റെ ഉദ്ദേശം? എന്താ കുടിശ്ശിക നടക്കാനുണ്ടോ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആഡംബര ജീവിതം സ്വപ്നം കണ്ടിരുന്ന എനിക്ക് മനുഷ്യത്വം നഷ്ടമായിരുന്നു. ചെയ്ത പാപങ്ങൾ പ്രായശ്ചിത്തം നടത്തി പുതിയൊരു ജീവിതത്തിനായാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മനസ്സിലായില്ല. സഹജീവികളെ സ്നേഹത്തോടെ കാണാതെ അവരെ ചൂഷണം ചെയ്യാനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചത്. അതിലൂടെ സമ്പന്നനാകാനും ചെയ്തതെല്ലാം തെറ്റുകളാണെന്നുള്ള തിരിച്ചറിവിനായി ഏറെ കാത്തിരിക്കേണ്ടി വന്നു. ഇങ്ങനൊരു ഏറ്റുപറച്ചിൽ കൊണ്ട് മെനയുന്ന പുതിയ തന്ത്രം എന്താണ്? എന്നെ വിശ്വസിക്കണം. ചുണ്ടക്കാലൻ സത്യോസിന്റെ പുതിയൊരു ജീവിതത്തിനാണ് ഇവിടെ തുടക്കമാകുന്നത്. അതിന് കാരണമായതോ ആ നസ്രത്തുകാരൻ യേശു. നിന്റെ ജീവിതത്തിൽ എഴുതി ചേർത്ത് വിശുദ്ധിയെ പറ്റി പറയേ. പറയാം. പറഞ്ഞു കേട്ട വിശുദ്ധനെ ഒന്ന് കാണണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. കാണാൻ മാത്രം ആഗ്രഹിച്ച എന്റെ ഭവനത്തിൽ അവൻ അതിഥിയായി എത്തി. പിന്നീട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ ആയിരുന്നു. അസ്വസ്ഥതയുടെ കീഴംഗമായിരുന്ന എന്റെ ഭവനം സ്വർഗീയ ആനന്ദത്താൽ നിറഞ്ഞു. ആനന്ദത്തിന്റെ കുറ്റിയടിക്കപ്പെട്ട എന്റെ വീടിന്റെ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടു. ഇപ്പോൾ ഇതാ പശ്ചാത്താപത്തിന്റെ ഭാണ്ഡവും പേറി ഞാൻ ഗമാലിന്റെ വസതിയിലും നിന്റെ വാക്കുകളിൽ സഹോദരത്തിന്റെ മലകൾ വിരിയുന്നത് എനിക്ക് കാണാം. നന്മവരും നിനക്ക് ദളിതന്റെ തീന്മേശയിൽ നിന്ന് ഞാൻ കവർന്നിട്ട അപ്പകഷ്ണങ്ങൾ തിരിച്ചേൽപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഇത് 500 ധനാറുണ്ട്. നിങ്ങളുടെ വേർപ്പിൽ നിന്ന് ഞാൻ മോഷ്ടിച്ച 100 ധനാറിക്ക് പകരമായി ഇത് സ്വീകരിക്കണം. ഇത് വേണ്ട, ഞങ്ങൾക്കിത് ആരും പറയരുത്. ഇതെന്റെ അവതാരമല്ല. ചെയ്തു കൂട്ടിയ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ തുച്ഛമായ ഒരു പ്രായശ്ചിത്തം. ഇത് സ്വീകരിക്കണം.
സ്പർശിക്കല്ല. ഒരു ആത്മസുഖം നൽകുന്ന ചെറിയ ഉപഹാരം പോലെ. രക്ഷകനെ കണ്ടു ലോകത്തിനായി പിറന്ന വെളിച്ചത്തിന്റെ രശ്മികൾ ഇതായി എന്റെ മുമ്പിൽ. രക്ഷകനെ കണ്ട കണ്ണുകൾ, അവനോട് സംസാരിച്ച ചുണ്ടുകൾ, അവന്റെ വാക്കുകൾ ശ്രമിച്ച കണ്ണുകൾ, രക്ഷകനെ സ്പർശിച്ച ഈ വിശുദ്ധമായ കൈകൾ